ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗിംഗ് വിത്ത് നന്ദു. ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റിയാണ്. ACV എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റി പഠിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ നഖത്തിലിങ്ങനെ നഖം വളരാതെ അതിങ്ങനെ മുരടിച്ച് പോകുക, എന്നിട്ടിങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പം ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഹോം റെമഡി ആണല്ലോ ആദ്യം നോക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാറുള്ളൂ. ഹോം റെമഡി നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ. അപ്പം ഞാൻ അത് മാത്രമല്ല, അതുപോലെ തന്നെ ബോഡി സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ, അത് ചിലത് നമുക്ക് പകരുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് പകരും, ചിലപ്പോൾ നമുക്ക് അത് ജനറ്റിക്കലായിട്ട് ഉണ്ടാകുന്നതായിരിക്കും നമ്മുടെ ചുണ്ടിൽ ഈ കുരു വരുന്നത്. ചിലർ വിചാരിക്കും ഈ ലിപ്സ്റ്റിക്കിങ് കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും, എങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അല്ല, നമ്മുടെ ജനറ്റിക്കലായിട്ട് ഉള്ളതാണത്. അത് ഉള്ളവർക്കറിയാം. ഇങ്ങനെ ചുണ്ടയിൽ ഇങ്ങനെ കുരുവായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളിങ്ങനെ നീക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കുരുവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോഡി സ്പോട്ട്സ് മാറാൻ എന്താണ് അതിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്തപ്പോൾ സംഭവം ആപ്പിൾ സിഡർ വിനീഗർ ഹോം റെമഡി ആയിട്ട് കാണിച്ചിരിക്കുന്നു. അതും അങ്ങനെ മാറത്തില്ല, നമ്മളതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം, പിന്നെ സർജറീസ് ഒക്കെ ചെയ്താലേ അത് മാറത്തുള്ളൂ. പക്ഷെ ഞാൻ നോക്കി ഹോം റെമഡി എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നു ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. മൊത്തത്തിൽ മാറുമെന്നല്ല, അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം ഒരു സൂപ്പറാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പം മേടിക്കാനുള്ള അപ്പോൾ ഉള്ള 2 പ്രോബ്ലത്തിന് കോമൺ ആയിട്ടൊരു സൊല്യൂഷൻ ആപ്പിൾ സിഡർ വിനീഗർ. അപ്പം ഞാനപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഓവറോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇതിനകത്ത് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്യാത്ത ഒരു സാധനങ്ങളില്ല. നമ്മളുടെ എന്ത് അസുഖങ്ങൾ, ഇപ്പോൾ വെയിറ്റ് ലോസിനാണെങ്കിൽ തന്നെ, വെയിറ്റ് ലോസിന് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ആപ്പിൾ സിഡർ വിനീഗർ. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഫ്രിസി ഹെയർ ഉള്ളപ്പം ഇത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. ഇതിന് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഷാമ്പൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്കിന്നിന് ഇത് നല്ലതാണ്. സ്കിന്നിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് മാറാനായിട്ട് സഹായിക്കും. പിന്നെ അങ്ങനെ പല ബെനിഫിറ്റ്സ് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിത് എന്താ ചെയ്തു, മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ വിനീഗർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു പുളിപ്പ്, ഒരു മണം. അപ്പോൾ ആ സ്മെല്ലും ഉണ്ട്. അതിനെപ്പറ്റി നമുക്കറിയാമല്ലോ, ഒരു ഓവറോൾ ഫാക്ട് നമുക്കറിയാം. ഒരു വിനീഗർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പം സംഭവം എന്ന് വെച്ചാൽ, പക്ഷെ അങ്ങനെയുള്ള ഒരു പുളിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-2.5 ആഴ്ചയായി കാണും ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇതിൻ്റെ ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉള്ളിൽ കഴിച്ചാലുള്ള കാര്യം ഞാൻ പറയാം. ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ പറയുന്നത്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ നമുക്ക് ശരീരവേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെന്താ, നമുക്ക് മസിൽ പെയിൻ, പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ മാറും. അങ്ങനെയുള്ള പെയിനൊക്കെ മാറും. പിന്നെ നമുക്കിത് കുടിക്കാൻ ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെല്ലാം ഡെഫിഷ്യൻസീസ് ഉണ്ടോ അതിനെല്ലാം ഇത് ഗുണം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് വെറും വയറ്റിൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിന് ആകെപ്പാടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെറും വയറ്റ് നമ്മൾ ഒരിക്കലും ഇത് ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യാതെ നമ്മളിത് കുടിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ എരിച്ചിലുണ്ടാവും. നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത എരിച്ചിലായിരിക്കും അത്. പക്ഷെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഇപ്പം ഞാനിത് മേടിച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ ഇത് അളക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 10 മില്ലി, 15 മില്ലി, 20 up to 30 മില്ലിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അളന്നിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ ഹെയറിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ്നെസ് മാറാന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ മുടി വളരാൻ റീഗ്രോത്തിന് വേണ്ടി നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഷാമ്പൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇത് ഒഴിച്ച് ഇത് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ നഖത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഭയങ്കരമായിട്ട് വളരത്തില്ല, മുരടിച്ചിരിക്കത്തില്ലേ, നമ്മുടെ നഖം വളരാതെ മുരടിച്ചിരിക്കുന്ന അങ്ങനെ അനുഭവിക്കുന്നവർക്കറിയാം. അപ്പം മുരടിച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു സംഭവം ഉള്ളവർക്ക് ഇത് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്ത് ഓരോ ഡിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ജസ്റ്റ് ആ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെള്ളം ഒന്ന് ഒഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്, കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പം ഉപയോഗിച്ചിട്ട് ഇത് ഉള്ളിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുടിക്കാൻ, ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കി കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷേ ഇത് നല്ല ഗുണങ്ങളുണ്ട്. ഞാനിത് എന്താ പറയുന്നത്, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ ടാന്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാനിന് നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ, ആ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ഇതിനകത്ത് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നം മീൻസ് ഇതിനകത്തുള്ള ഇപ്പം നമ്മുടെ മുഖത്തുള്ള പാടുകൾ ഒക്കെ, എനിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് വരുവാണെങ്കിൽ, ഒരുപാട് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള വെയിൽ കൊണ്ടിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ മുഖം വല്ലാണ്ടിരിക്കും അല്ലേ, അപ്പോൾ ആ ഒരു സംഭവം മാറാൻ അടിപൊളി സാധനമാണ്. ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. പിന്നെ ബോഡി സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് രാവിലെയും വൈകിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയം, നമുക്ക് വെളിയിൽ പോകുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ് ബാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് നിർബന്ധമാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്ത് ഇത് ഇട്ടുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് അത് ഇട്ടിട്ട് കഴുകിക്കളയുക. ഞാനിത് ഇട്ടുകൊണ്ട് നടക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും ഞാനത് ഇട്ടിട്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി പോകും. ഇപ്പോൾ വൈകിട്ടല്ലേ, അപ്പം ഞാൻ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലിപ്സ് നല്ലതായിട്ട് കഴുകിക്കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നഖം നമ്മൾ വളരാതിരിക്കുന്ന, മുരടിച്ചിരിക്കുന്ന, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഇതുണ്ട്, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നല്ലതാണിത്. പിന്നെ ഉള്ളി കഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഉള്ളി കഴിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വെള്ളം ഇപ്പം ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡിനകത്തൊക്കെ ഇത് ജസ്റ്റ് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള ഫുഡിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിക്കാം. ഈ വിനാഗിരി ഒഴിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഉള്ളി ചെല്ലേണ്ടത് ഉള്ളി ചെല്ലുകയും തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് അടിപൊളി സാധനമാണിത്. ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയും. പിന്നെ നമുക്ക് ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിയ സീഡ്, അതുപോലെ പിന്നെ ഇഞ്ചി, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഡ്രിങ്കിന് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് നമ്മുടെ ഓവറോൾ കാര്യങ്ങളിൽ ഈ ആപ്പിൾ സിഡർ വിനീഗർ അടങ്ങുന്നുണ്ട്. അപ്പം ഞാനിത് കുടിക്കാൻ ഞാൻ 2 ബോട്ടിലായിരുന്നു മേടിച്ചത്. ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-2.5 ആഴ്ചയായി കാണും ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട സാധനം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ചില പാടാണ് കുടിക്കാൻ, പക്ഷെ നമ്മൾ ശീലമായി കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഫിൽറ്റേർഡ് ആയിട്ടുള്ള സാധനം മേടിക്കരുത്. അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള സാധനം വേണം നമ്മൾ മേടിക്കാൻ. റോ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. റോ, അൺഫിൽറ്റേർഡ്, അൺപാസ്ചറൈസ്ഡ്, ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഇത് മേടിക്കാമെന്ന്. അപ്പം എന്തൊക്കെയായി നോക്കേണ്ടതെന്ന് വെച്ചാൽ അൺഫിൽറ്റേർഡ് ആയിരിക്കണം. പിന്നെ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനീഗർ വിത്ത് മദർ ഓഫ് വിനീഗർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്താ, ഇത് ഉപയോഗിക്കാൻ നല്ലതാണ്. കാരണം ഫിൽറ്റേർഡ് ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ യൂസസിനൊക്കെ നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. മദർ ഓഫ് വിനീഗർ അത് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, ഫ്ലിപ്കാർട്ടിലുണ്ട്, എല്ലാ ഇതിനകത്തും ഉണ്ട്. എനിക്കൊന്ന് ഒട്ടുമിക്ക ഇതിനകത്തൊക്കെ ഉണ്ട്. ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ നമ്മളിപ്പോൾ ഏതൊരു സാധനം എടുത്താലും ഏതൊരു പ്രശ്നത്തിനും എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള എന്ത് പ്രശ്നത്തിനും ഇതൊരു സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. എനിക്ക് കോമൺ ആയിട്ട് കണ്ടൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. കോമൺ ആയിട്ട് ഒരു സൊല്യൂഷനായിട്ട് കണ്ടൊരു സാധനമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മേടിച്ചത്. കോംബോ ആയിട്ട് കിട്ടും.
അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടവരെ ബൈ ബൈ.